ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ശ്രീകുട്ടൻ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ ഞാൻ ശ്രീകുട്ടനെ വിളിക്കാനായിട്ട് ചെന്ന വീഡിയോ ആണ്. അവൻ തച്ചോട്ടാവിൽ ബസ്സിൽ വന്നിറങ്ങി. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് അവിടെ ചെന്നു, അവനെ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ബേക്കറി കയറി കുറച്ച് സാധനം വാങ്ങിച്ചു. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ശ്രീകുട്ടനാണ് വണ്ടി ഓട്ടിച്ചത്. പിന്നെ അവൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്, കേരള വിഷൻ ചാനലിൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഇങ്ങനെ അവനെ വിളിക്കാൻ അച്ഛനില്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാനാണ് വിളിക്കാൻ പോയത്. അപ്പോൾ അവൻ 2 ദിവസം ഓഫ് കിട്ടിയപ്പോഴാണ് വന്നത്. ഓണത്തിൻ്റെ അന്ന് ലീവില്ലായിരുന്നു. അതിന് മുന്നത്തെ ഒരാഴ്ച മുന്നെയാണ് അവൻ വന്നിട്ട് പോയത്. അപ്പോൾ അവൻ വരുന്നതുകൊണ്ട്, ഓണത്തിന് അവൻ ഇല്ലാത്തതുകൊണ്ടും അമ്മ അത് വന്നതിൻ്റെ അന്ന് സദ്യ ഒരുക്കിയിരുന്നു. പായസവും പിന്നെ ചെറിയ രീതിയിൽ തോരൻ, അവിയൽ, കിച്ചടി, പിന്നെ അവന് മീൻ ഇഷ്ടമായതുകൊണ്ട് മീനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ഉച്ചയായപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ചേട്ടനും ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ ശ്രീകുട്ടൻ വന്ന് ഫ്രഷായിട്ട് അവൻ കയറി കിടന്ന് ഉറങ്ങി എണീച്ച ശേഷം നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അച്ഛൻ മീൻ കൂട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ആദ്യം ഫുഡ് കൊടുത്തു. പിന്നെ അച്ഛൻ കഴിച്ചതിന് ശേഷം അതുപോലെ അച്ഛൻ കഴിച്ച സമയത്ത് വിഷ്ണു ചേട്ടൻ എത്തിയില്ലായിരുന്നു. പിന്നെ വിഷ്ണു ചേട്ടൻ കൂടെ വന്നിട്ടാണ് നമ്മൾ 4 പേരും കഴിക്കാതിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. കാരണം ഓണത്തിന് അവൻ ഇല്ലല്ലോ. അപ്പം പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വെച്ചാൽ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാനും അങ്ങ് രാവിലെ വീട്ടിൽ പോയി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിന് ഒന്നിച്ചിരിക്കാൻ പറ്റില്ലെങ്കിൽ 3 ദിവസം എല്ലാവരും ഞങ്ങൾ ഓണമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ശരി, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ.